പ്രഭേ, ഞാൻ നിന്നെ ഏൽപ്പിച്ച കാശ് നീ ഇവർക്ക് കൊടുത്തില്ലേ? പതുക്കെ എന്തിനെങ്കിലും ബഹളം വെക്കുന്നേ? കൊടുത്തോ ഇല്ലയോ പറയടി. ഇല്ല, ചോദിക്കുമ്പോ കാശ് കൊടുക്കാൻ മായ നിങ്ങളുടെ ആരാ? എന്റെ അനിയത്തിയല്ലേ, അവളുടെ കാര്യം നോക്കാൻ അവളുടെ കെട്ടിയാൻ അറിയാം. പ്രഭേ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയും പബ്ലിക്കായിട്ട് ഒച്ചയെടുത്ത നാട്ടുകാർ വിചാരിക്കും നിങ്ങളുടെ കൊച്ചു അലസിപ്പോയെന്ന്. എടി, നിന്റെ കരണം പൊട്ടിച്ചൊന്ന് തരാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പരസ്യമായി ഭാര്യയെ തല്ലുന്ന ഒരു ചെറ്റ ഭർത്താവ് അല്ലാതായി പോയി ഞാൻ. എന്നെ അനുസരിക്കുന്ന ഒരു ഭാര്യയെ ഞാൻ ആഗ്രഹിച്ചത്. അവളെ അനുസരിക്കുന്ന ഒരു ഭർത്താവിനെയാ അവൾ ആശിച്ചത്. പൊരുത്തപ്പെടാൻ എനിക്കാവുന്നില്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളില. വിധിയാണ് കൈമളേട്ട, എല്ലാം വിധിയാ. വിധിയെ പഴിച്ചിട്ട് എന്താടാ കാര്യം? അതിനെ നേരിടുകയാണ് വേണ്ടത്. എങ്ങനെ ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും? തല്ലിയ മാറുമോ? ശാസിച്ചാ മാറുമോ? ഇല്ലല്ലോ.